ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡില് ശാലിനിയോട് സോറി പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് പപ്പി സത്യഭാമയുടെ വീട്ടിൽ നിന്ന് ആരും അറിയാതെ വീട് വിട്ട് ഇറങ്ങണേ കുടുംബശ്രീയിലേക്ക്. ശേഷം പിന്നീട് കാണിക്കുന്നത് കമലിന് ആരോടോ വഴിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുക. അങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോഴായിരിക്കും പപ്പിയെ കാണുന്നത്. ആ സംസാരിക്കുന്നതിന്റെ ഇടയില് പപ്പിയെ കാണുമ്പോ ഞെട്ടി പോവാണേ. ഞാൻ വിളിക്കാടാ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാ. പപ്പിമോളല്ലേ ഇത്? ഈ രാത്രി ഇത് എവിടേക്കാ? ഒറ്റയ്ക്കാണല്ലോ, അപ്പൊ എന്താ പ്രശ്നമുണ്ടല്ലോ? പപ്പിമോളെ എന്ന് വിളിക്കുമ്പോ തന്നെ പപ്പി ഞെട്ടിപ്പോകും. മോളിത് എങ്ങോട്ടാ എന്ന് വെച്ച് അടുത്തേക്ക് ചെല്ലുക. അപ്പൊ തന്നെ പപ്പി വേഗം അവിടെ നിന്ന് ഓടിപ്പോകും. പപ്പി മോളെ നിക്ക് എന്ന് പറഞ്ഞ കമലനും പിന്നാലെ ഓടുകയാണേ. അങ്ങനെ ഓടി ഒരു റോഡിലേക്ക് കയറണേ. ഒരു വളവ് തിരിഞ്ഞ് പപ്പി അങ്ങ് ഓടി വരുമ്പോ ഒരു സൈഡിൽ നിന്ന് ഒരു കാർ വരുന്നുണ്ടായിരുന്നു. ആ വണ്ടി പപ്പിയെ ചെന്ന് ഇടിക്കണേ. പപ്പി അപ്പൊ തന്നെ താഴെ വീഴും. കമലൻ അങ്ങ് ഞെട്ടിപ്പോകണേ. ആ ഡ്രൈവറും പേടിക്കുന്നുണ്ട്. പപ്പി മോള് താഴെ വീഴുമ്പോ മോളെ പപ്പി എന്ന് വിളിച്ച് കമലൻ ഓടിച്ചെന്ന് വാരിയെടുക്കും. അപ്പോഴേക്ക് വേറെ ആൾക്കാർ വരണേ. ഈ സമയം ഈ വണ്ടിക്കാരൻ വേഗം വണ്ടി എടുത്ത് പോകും. വണ്ടി നിർത്തടാന്ന് പറഞ്ഞ് കമലൻ ഒച്ച എടുക്കുന്നുണ്ട്. കൂടെയുള്ളവരും ആൾക്കാർ തടയുന്നുണ്ടെങ്കിലും ആ വണ്ടി നിർത്താണ്ട് പോകും. അപ്പോഴേക്കും ആൾക്കാർ ചുറ്റും കൂടിയിട്ടുണ്ട്. കമലൻ ആകെ പേടിച്ച് ടെൻഷൻ ആയിട്ടുണ്ട്. മോളെ പപ്പി എന്നിങ്ങനെ കരഞ്ഞോണ്ട് വിളിക്കുക. എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അതുവഴി ഒരു വണ്ടി വരുമ്പോ ആ വണ്ടിക്കാരന്റെ അടുത്ത് സഹായം ചോദിക്കും. ഒരു കുട്ടിക്ക് അപകടം പറ്റി, സഹായിക്കോ? ആ കയറ്റിക്കോ എന്ന് പറയുമ്പോ കമലൻ വേഗം മോളെ വാരിയെടുത്ത് വണ്ടിയിൽ കയറ്റുക. അങ്ങനെ അവര് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകും. വണ്ടിയിൽ കയറിയാലേ വേഗം പോവോ എന്തൊക്കെ ഇങ്ങനെ കരഞ്ഞോണ്ട് ഡ്രൈവറോട് പറയുന്നത്. മോളെ പപ്പി എന്നും വിളിക്കുന്നുണ്ട്. പപ്പിക്കാണെങ്കിൽ ബോധം പോയിട്ടുണ്ട്. കമലൻ വേഗം ഫോൺ എടുത്ത് വിഷ്ണുവിനൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ആർക്കും കോള് പോകുന്നില്ല. കമലന് കരഞ്ഞോണ്ടാണ് ഇപ്പോ നിൽക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടില് ആരും തന്നെ പപ്പിയും മിസ്സായ വിവരം അറിഞ്ഞിട്ടില്ല. രോഹിത്തും രാഘവേട്ടനൊക്കെ താഴെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ശ്യാമ വരുന്നത്. രോഹിത്തെ പപ്പിമോളെ കണ്ടോ? രോഹിത്ത് പറയും അവള് റൂമിലുണ്ടായിരുന്നല്ലോ. ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ശ്യാമ താഴേക്ക് വരും. രാഘവേട്ടൻ ചോദിക്കും പിന്നെ കൊച്ചിതോടെ പോയി? ഇവിടെ ഒന്നും ഇല്ല എന്ന് ശ്യാമ ടെൻഷനോടെ പറയും. അവിടെയും കാണുന്നില്ല കുഞ്ഞെ എന്ന് പറഞ്ഞ് പൊന്നിയെ ഓടി വരാ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഇത്രയും നേരം വീട്ടിലുണ്ടായിരുന്ന കൊച്ചിനെ കാണാനില്ലെന്നോ? എങ്ങനെ നിന്നാൽ എങ്ങനെയാ? എവിടെയെങ്കിലും പോയി നോക്ക്, എല്ലാ മുറിയിലും പോയി നോക്കിയോ എന്ന് പറയുമ്പോ പൊന്നിയും പിള്ളച്ചേട്ടനൊക്കെ റൂമുകളിലും അതുപോലെ പുറത്തേക്കൊക്കെ ഇങ്ങനെ അന്വേഷിക്കുക. അപ്പോഴേക്കും എന്താ ആര് നോക്കുന്ന കാര്യം പറയുന്നത് എന്ന് ചോദിച്ച് ഭാമ റൂമിൽ നിന്ന് അങ്ങോട്ട് വരിക. ആരും ഒന്നും പറയുന്നില്ല. ഭാമയ്ക്കും എന്താ ആർക്കും മിണ്ടാട്ടോ ഇല്ല? അതോ ഇനി എന്നോട് പറയില്ലെന്ന് വിചാരിച്ചിട്ടാണോ? കാര്യം എന്താന്ന് വെച്ചാ പറ. ആരും ഒന്നും പറയാതെ മുഖം തിരിക്കുക. ശ്യാമേ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് സത്യമേ, പപ്പി ഇവിടെ ഒന്നും കാണാനില്ല. ഭാമ പപ്പി ഇറങ്ങി പോയിട്ടുണ്ടാവും എവിടേക്കെങ്കിലും. രാത്രിയിലേക്ക് എവിടേക്കെങ്കിലും ഒക്കെ പോകുന്നതും ഒളിച്ചിരിക്കുന്നതും ഇറങ്ങി നടക്കുന്നതൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ. തന്റെ ഇടം ഇപ്പൊ നീ എവിടെ പോയി നോക്കാനാ? പോയി നോക്ക് അച്ഛനും അമ്മയും കൂടെ. അപ്പോഴായിരിക്കും ഈ ശബ്ദം കേട്ട് വിഷ്ണു വരുന്നത്. എന്താ വീണ്ടും വഴക്കായോ? രോഹിത്ത് പറയും പപ്പി ഇപ്പോ ഇവിടെ കാണാനില്ല ബ്രോ. വിഷ്ണു ആകെ പേടിക്കും. ഈ സമയത്ത് അവൾക്ക് എവിടെ പോവാനാ? പക്ഷേ ഈ കുട്ടി ഇത് എന്ന് പറഞ്ഞ താഴേക്ക് വരും. ഭാമറിയും എവിടേക്ക് പോകുന്നു ചോദിക്കേ. ഒരിക്കൽ പോലീസ് കേസ് വരെ ആയത് ഓർത്തോളണം. ഇനിയും കേസും കൊണ്ട് ചെന്നാ അവരിട്ട് ഓടിക്കും. നിങ്ങളുടെ കൊച്ചിന് ഇത് തന്നെയാണോ പണിന്ന് ചോദിച്ച് വിഷ്ണു പറയും എന്റെ അമ്മയെ ഒന്ന് ഒച്ച ഇരിക്കാതിരിക്കേ. അവൾ എവിടേക്കും പോയി കാണില്ല, ഇവിടെ എവിടെയെങ്കിൽ തന്നെ കാണും. അവൾ ഇവിടെ തന്നെ കാണും എന്ന് വിഷ്ണു പറയുമ്പോ ശ്യാമ പപ്പിമോളെന്ന് വിളിച്ച് റൂമുകളിലൊക്കെ ഒന്നുകൂടി അന്വേഷിക്കാൻ പോവാ. അപ്പോഴും ബാബ ഒരു അന്വേഷണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഈ സമയം വിഷ്ണു പറയും എല്ലാവരും കൂടെ വഴക്കടിച്ചപ്പോ ഉണ്ടാക്കിയ കാട്ടിക്കൂട്ടില ഇതൊക്കെ. രോഹിത് അന്വേഷിക്കാൻ പോവാ. അപ്പൊ ബാമ പറയും എടാ വിഷ്ണു നീ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്ക്. അതിന് രാത്രി പകലൊന്നുമില്ല, തോന്നുന്നത് പോലെ ഇറങ്ങി പോകും. വിഷ്ണു പറയും അല്ല അതിനവള് പുറത്ത്. അങ്ങനെ എല്ലാരും പുറത്ത് അന്വേഷിക്കുന്നുണ്ട്. രാഘവേട്ടൻ പറയും എന്നാലും ഒരു കൊച്ചു ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ആരും കണ്ടില്ലെന്ന് വെച്ചാ അപ്പൊ അത്രയ്ക്കുണ്ട് ഈ വീട്ടിലെ ശ്രദ്ധ. പപ്പയെ നോക്കണമെന്ന് പറഞ്ഞാ ഒരു മനുഷ്യനും കേൾക്കത്തില്ല. വിഷ്ണു എല്ലാവരും ബാമ അങ്ങനെ പറഞ്ഞെങ്കിലും ബാമയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് കമലൻ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. തലയില് ഒരു മുറിവുള്ളത് കാരണം ഒരു കെട്ടുണ്ട്. അതുപോലെ ഐ വിട്ടിരിക്കുക. ആൾ ഐസിയിലാണേ. കമലൻ പുറത്ത് തന്നെ ഉണ്ട് ടെൻഷനോട് കൂടി. അപ്പോഴും ഫോൺ എടുത്ത് വീണ്ടും വിഷ്ണുവിനെ വിളിക്കണേ. വിഷ്ണു ആണെങ്കിൽ കുട്ടീനെ കാണാത്ത ടെൻഷനിൽ നിൽക്കുമ്പോഴാ ഇക്കോള് വരുന്നത്. ആ കമല പറയടാ. കമലൻ പറയും ആശാനെ ഞാനിവിടെ ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നത്. പപ്പിയോൾക്കൊരു ആക്സിഡന്റ് ആയി, ഐസിയിലാ. വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോവും. എന്ത്? ആശാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എടാ പപ്പിക്ക് ഇതെങ്ങനെ സംഭവിച്ചടാ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കുമ്പോ രാഘവേട്ടൻ ആകെ പേടിക്കുന്നുണ്ട്. കമലൻ പറയും അതൊക്കെ ഞാൻ പറയാം, ആശാൻ വേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കോള് കട്ട് ചെയ്യും. വിഷ്ണുവാണെങ്കിൽ ഷോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈവെക്കും. ഭാമയ്ക്കും എന്താടാ എന്താ പറ്റിയത്? എടാ പറയടാ എന്ന് രാഘവേട്ടനും ചോദിക്കുമ്പോഴും വിഷ്ണു ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുക. പറയടാ അവൾക്ക് എന്താ പറ്റിയതെന്ന്. അമ്മ അവൾക്കൊന്നുമില്ല, അവൾക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാണെന്ന് വിളിച്ചു പറഞ്ഞതാ. അപ്പൊ തന്നെ ഭാമയും രാഘവേട്ടനും ആകെ തളർന്നു പോവാ. അവരാകെ പേടിക്കുന്നുണ്ട്. അങ്ങനെ ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. പപ്പിമോൾക്ക് ബോധം വന്നിട്ടില്ല. അങ്ങനെ കമലൻ വെയിറ്റ് ചെയ്യാ. കുറച്ച് കഴിയുമ്പോഴേക്കും വിഷ്ണുവും സത്യഭാമയും ശ്യാമയും രോഹിത്തൊക്കെ ഓടി വരണേ.
വിഷ്ണു എടാ കമല, പപ്പിമോൾക്ക് എന്താ പറ്റിയത്? കമലം പറയും, പപ്പിമോള് ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കണ്ട് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ പിന്നാലെ ചെന്നു, പക്ഷെ അപ്പോഴേക്കും വണ്ടി വന്നിടിച്ചു. ഇത് കേൾക്കുന്ന വിഷ്ണുവും ഭാമയും രോഹിത്തും ശ്യാമയും എല്ലാരും ഞെട്ടിപ്പോവുക. എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് ഭാമ ഐസുവിന്റെ മുന്നിലേക്ക് പോയി ഇങ്ങനെ മോളെ നോക്കുക. രോഹിത്തേക്കും ഡോക്ടർ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും ശ്യാമ അങ്ങ് പൊട്ടിക്കരയും. ഭാമയ്ക്ക് ദേഷ്യം വരും. ഡി ഇനി നിന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? മക്കളെ ജനിപ്പിച്ചാൽ മാത്രം തന്തയും തള്ളയാവില്ല. അവരെ ശ്രദ്ധിക്കണം. അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കണം. ഡി പപ്പിയുടെ കാര്യത്തില് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടോന്ന് പറയടി, ഉണ്ടോന്നേ? അപ്പൊ വിഷ്ണു അറിയും, അമ്മ നിർത്ത്, മതി, ഇതിപ്പോ സംഭവിച്ചു പോയില്ലേ, പറഞ്ഞിട്ട് എന്താ കാര്യം? കമലിനോടൊക്കും, എടാ പപ്പി എവിടെ വെച്ചാ കണ്ടത്? ഏട്ടത്തിയമ്മയുടെ വീട്ടിന്റെ ഭാഗത്ത് വെച്ചാ. ഭാമയ്ക്കും കലിയേറാ. ശാലിനിയുടെയോ? ഭാമ അറിയോ, അപ്പൊ പപ്പി രാത്രി അങ്ങോട്ട് പോവായിരുന്നല്ലേ? ഡി എന്റെ കൊച്ചിനെ നിങ്ങളെല്ലാരും കൂടെ കൊലക്കി കൊടുക്കോ? ദേ ഇന്ന് നിർത്തിക്കൊള്ളണം ആ കൂട്ടുകെട്ട്. ആ കൊച്ചിന്റെ കൂടെ എന്ന് കൂട്ടുകൂടാൻ തുടങ്ങിയോ അന്ന് മുതൽ തുടങ്ങിയതാ പപ്പിമോളുടെ കഷ്ടകാലം. സത്യമേ എന്ന് വിളിച്ച് ശ്യാമ കരയുമ്പോ വിഷ്ണു ഭാമയെ ചീത്ത പറയണേ, എന്റെ അമ്മയൊന്നും നിർത്തിയത് ഹോസ്പിറ്റലാ, വെറുതെ ഇങ്ങനെ. അപ്പോഴേക്ക് ഭാമ പറയും, നീ മിണ്ടാ നിക്കടാ. ആ സമയം ഡോക്ടർ വരുന്നാണുമ്പോ ഭാമയ്ക്കും ഡോക്ടർ പപ്പിക്ക് ഇപ്പോ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന കുട്ടിയുടെ ബന്ധുക്കളല്ലേ? വിഷ്ണു പറയും, ആ അതെ. ഡോക്ടർ പറയും, കുട്ടിക്ക് ഒരുപാട് ബ്ലഡ് നഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് ഓ നെഗറ്റീവ് ബ്ലഡ് വേണം. റയർ ഗ്രൂപ്പാ, അതുകൊണ്ട് നന്നായി ശ്രമിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ എല്ലാവരും ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഓ നെഗറ്റീവ് ആണെന്നും കൂടി കേട്ടപ്പോ. വിഷ്ണു പറയും, ഞങ്ങൾ ഉടൻ തന്നെ വേണ്ട ചെയ്തോളാം. ഓക്കെ എന്ന് പറഞ്ഞ് ഡോക്ടർ പോകും. ഭാമ പറയും, എടാ ഇപ്പൊ എന്താണ് ചെയ്യാ? വിഷ്ണു പറയും, ഞാൻ ബ്ലഡ് ബാങ്കിൽ ഒന്ന് അന്വേഷിക്കട്ടെ, അവിടെ ഡോണേഴ്സിന്റെ ലിസ്റ്റ് കാണുമല്ലോ. രോഹിത്തെ നീ ഇവിടെ നിൽക്കണേ. അപ്പൊ രോഹിത് പറയും, ആ കമല വാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കമലനെ കൂട്ടി അവിടുന്ന് പോവാ. ശ്യാമ എപ്പോഴും ഇങ്ങനെ നിന്ന് കരയുമ്പോ ഭാമ വീണ്ടും ശ്യാമയോട് ദേഷ്യപ്പെടുകയാണ്. ഡി പറഞ്ഞു കേട്ടില്ല, നിന്റെ കുഞ്ഞേച്ചിയെ കാണാൻ പോയപ്പോഴാ എന്റെ കുഞ്ഞിന് ഈ അപകടം പറ്റിയത്. എന്റെ കൺമുന്നിൽ ഇനി അവളെ കണ്ടുപോകരുത്. കണ്ടാ ഞാൻ എന്താ പറയാ പ്രവർത്തിക്കാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ എന്നിങ്ങനെ ദേഷ്യപ്പെടുമ്പോ രോഹിത് പറയും, സത്യമേ പപ്പിയെ ശ്രദ്ധിക്കേണ്ടതായി, അത് ഞങ്ങളുടെ തെറ്റാ, അതിനെന്തിനാ വെറുതെ ശാലിനിയെ? ഭാമറി മിണ്ടരുത്. ദേ ഇതൊക്കെ ഉണ്ടാകാൻ കാരണം അവളുടെ അസുരവിത്ത സത്യ, അവൾക്ക് വേണ്ടിയാ പപ്പി വഴക്കുണ്ടാക്കിയത്, അതുകൊണ്ടാ നമ്മൾ പപ്പിയെ വഴക്ക് പറഞ്ഞത്. ഡേ നീ അങ്ങോട്ട് വിളിച്ചു പറ നിന്റെ കുഞ്ഞേച്ചിയോട്, അവള് വരട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, അവള് വരുന്നു എനിക്കൊന്ന് കാണണം. സത്യമേ മാമാറി, ഞാൻ എന്തായാലും ഇവിടെ തന്നെ കാണുമല്ലോ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവിടെ ഇരിക്കുക. ഈ സമയം ഡോക്ടർ വീണ്ടും ഐസിന്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ശ്യാമയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കണം അവിടെ. മോൾക്കാണെങ്കിൽ ബോധം വന്നിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോ ഉണ്ടാവും കമലനും വിഷ്ണുവും കൂടെ വരുന്നേ. രോഹിത്തേക്കും, എന്തായി ബ്രോ, ഡോണർ ലിസ്റ്റിലെ വല്ലവരും ഉണ്ടോ? ഈ ഓ നെഗറ്റീവ് ആയതുകൊണ്ടാ. വിഷ്ണു പറയും, ഇല്ല അവരെ ശ്രമിക്കാന്ന് പറഞ്ഞു. കമലം പറയും, കിട്ടാൻ പ്രയാസാണെന്നാ പറഞ്ഞത്. ഇതുകൂടെ കേൾക്കുമ്പോ രോഹിത്തൊക്കെ ആകെ പേടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ടെൻഷനോടെ നിൽക്കുക. നേഴ്സ് വന്നിട്ട് വയ്ക്കും, നിങ്ങളെ പത്മിനിയുടെ റിലേറ്റീവ്സ് അല്ലേ? ആ അതെ പറഞ്ഞോളൂ. ആ നേഴ്സ് പറയും, ഡോണറെ കിട്ടിയോന്ന് ഡോക്ടർ അന്വേഷിച്ചു, ബ്ലഡ് എത്രയും പെട്ടെന്ന് വേണം, കുട്ടിയുടെ കണ്ടീഷൻ അല്പം മോശമാ. ഇത് കേൾക്കുമ്പോ എല്ലാവരും ഒന്നുകൂടെ പേടിക്കും. രോഹിത് ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. വിഷ്ണുക്കും, എടാ ഇനിയിപ്പോ എന്താ ചെയ്യാ? കമലം പറയും, അതെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരുടെ ഗ്രൂപ്പ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. വിഷ്ണു പറയും, ആ നോക്ക്. ഈ സമയം ശ്യാമയ്ക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വരികയാണേ. വേഗം തന്നെ പുറത്തേക്ക് പോകും. എന്നിട്ട് ആരും പിന്നാലെ വരുന്നില്ലല്ലോ എന്നൊക്കെ നോക്കിയതിനു ശേഷം ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ശാലിനി സത്യയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് എന്തോ ആലോചനയില്ല. സത്യയാണെങ്കിൽ നല്ല ഓർക്കാ. അപ്പോഴായിരിക്കും ഫോൺ റിങ് ചെയ്യുന്നത്. എന്താ ശ്യാമേ ഈ സമയത്ത്? അത് കുഞ്ഞേച്ചി, പപ്പി അങ്ങോട്ട് വരുന്ന വഴി ആക്സിഡന്റ് ഉണ്ടായി. ശാലിനി ആകെ പേടിക്കും, അങ്ങ് ഷോക്കായി പോവാ. ശ്യാമ പറയും, ഇപ്പൊ നിർമ്മല ഹോസ്പിറ്റലിലാ ഉള്ളത്. എന്നിട്ട് മോൾക്ക് എന്താ പറ്റിയത്? പരിക്കല്പം ഉണ്ട് കുഞ്ഞേച്ചി, ഓ നെഗറ്റീവ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിരിക്കുക. വിഷ്ണുവേട്ടനാണെങ്കിൽ ഇപ്പൊ ഡൊണേറ്റ് ചെയ്യാനും പറ്റില്ല, അസുഖമല്ലേ. പിന്നെ കുഞ്ഞേച്ചിയുടെ ബ്ലഡും ഓ നെഗറ്റീവ് അല്ലേ? ശാലിനി പറയും, അതെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വരാം. ശ്യാമ പറയും, പിന്നെ കുഞ്ഞേച്ചി ഐസിന്റെ മുന്നിൽ സത്യമ്മയുണ്ട്, കുഞ്ഞേച്ചിയെ കണ്ട ബഹളം ഉണ്ടാക്കുന്നു പറഞ്ഞായിരിക്കുന്നത്. കുഞ്ഞേച്ചി വരുന്നത് സത്യമ്മ അറിയരുത്. ശാലിനി പറയും, ഇല്ല ഞാൻ ആരും കാണാതെ വന്നോളാം. എടേ നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ? ശ്യാമ പറയും, കുഞ്ഞേച്ചി എത്രയും പെട്ടെന്ന് വരണേ. എടി നീ ടെൻഷൻ അടിക്കാതെ, പപ്പി മോൾക്കൊന്നും സംഭവിക്കില്ല, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് കോള് കെട്ടയാ ശ്യാമ വീണ്ടും ഐസിന്റെ മുന്നിലേക്ക് പോകും. ശാലിനി വിചാരിക്കും, എത്രയും പെട്ടെന്ന് ചെല്ലണം, അമ്മയോടൊപ്പം പറഞ്ഞ അമ്മ പേടിക്കും. രാമേട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞ് രാമേട്ടന് കോൾ ചെയ്യാണ്. ഇതേ സമയം ഹോസ്പിറ്റലില് കുട്ടിയുടെ കണ്ടീഷൻ സീരിയസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ടെൻഷനോടെ നിൽക്കണേ. അപ്പോഴേക്ക് രാമേട്ടൻ വന്ന് ശാലിനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. കമലനും ഇപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, പുറത്ത് നിന്നിട്ടാ കോൾ ചെയ്യുന്നത്. ഈ വിഷ്ണുവും രോഹിത്തൊക്കെ അതിന്റെ പിന്നാലെയാ. ഭാമ മുന്നിൽ തന്നെ ഉണ്ട്. കമലനാണെങ്കിൽ വിളിക്കുന്നവരൊന്നും കിട്ടുന്നില്ല. വിഷ്ണു എന്നിട്ട് വയ്ക്കും, എന്ത് പറ്റിയടാ? അത് പിന്നെ വിളിക്കാന്ന് പറഞ്ഞവരാരും വിളിക്കുന്നില്ല. സമയം പോയിക്കൊണ്ടിരിക്കുക, ഡോക്ടർ ഇപ്പൊ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും രോഹിത്തും അങ്ങോട്ട് വരും. ബ്ലഡ് കിട്ടിയില്ല അല്ലേ ബ്രോ? എന്റെ പപ്പിമോള് എന്നെ വിട്ടു പോവോ? ഞങ്ങളെ തനിച്ചാക്കി അവള് പോവോ? ഈ ലോകത്ത് എനിക്ക് എന്റെ തന്നെ അവകാശത്തോടു കൂടി പറയാനുള്ളത് അവള് മാത്രമേ ഉള്ളൂ. അവളും കൂടെ എന്നെ വിട്ടുപോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ എന്ന് പറഞ്ഞ് രോഹിത് കരയുമ്പോ വിഷ്ണുക്കും, ഡാ നീ എന്തൊക്കെയാടാ പറയുന്നത്? അങ്ങനെ പോവാ നമ്മൾ നമ്മുടെ പപ്പിമോളെ വിട്ടുകൊടുക്കോ? കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. എന്റെ മനസ്സ് പറയുന്നുണ്ട് ഒരു വിളി വരും, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തുനിന്ന് രക്ഷയ്ക്കായിട്ട് ഒരു വിളി വരും, അതെനിക്ക് ഉറപ്പാ
എന്നിങ്ങനെ പറയണ സമയത്ത് ശാലിനി അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അങ്ങനെ ഈ സമയം ശാലിനി കാർന്ന് ശ്യാമയെ വിളിക്കുന്നുണ്ട്. ശ്യാമ ബാമ ഉള്ളതുകൊണ്ട് അവിടുന്ന് കോൾ എടുക്കുന്നില്ല. അവിടുന്ന് മാറി നിൽക്കണേ. വിഷ്ണു രോഹിത്തിന്റെ അടുത്ത് പറയും, വാ നമുക്ക് അങ്ങോട്ട് പോകാം. എടാ കമല, നീ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കേ. അങ്ങനെ അവരവിടേക്കും കമലൻ ഫോൺ ചെയ്യാൻ കുറച്ച് മാറി നിൽക്കണേ. അപ്പോഴേക്കും ശാലിനി അങ്ങോട്ട് വരികയാണ്. ശാലിനി അവിടെ എത്തുമ്പോഴേക്കും വിഷ്ണുവും രോഹിത്തും കമലനും അവിടുന്ന് പോയിട്ടുണ്ട്. ശാലിനി അവിടെ എത്തിയെന്ന് ശ്യാമയെ വിളിച്ചു പറയുമ്പോഴേക്കും ശ്യാമ എത്തും. കുഞ്ഞേച്ചി ഇവിടേക്ക് വരുന്നത് വിളിച്ചു പറഞ്ഞിരുന്നോ? ഇല്ല. പപ്പി എവിടെ കിടക്കുന്നത്? അവൾ ഐസിയിലാ. ശാലിനി പറയും, നീ വന്നേ. അങ്ങനെ ശാലിനി ശ്യാമയോടൊപ്പം പോവുകയാണേ. ശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് പപ്പി മോൾക്ക് വേണ്ടി ശാലിനിയുടെ ബ്ലഡ് കൊടുക്കുകയാണ്. ഡോക്ടറേക്കും പേഷ്യന്റിന്റെ ആരെങ്കിലും ആണോ? ശാലിനി മോളാണെന്ന് പറയാൻ തുടങ്ങും. അത് പിന്നെ എന്റെ അനുജത്തിയുടെ മകളാ. അപ്പൊ ഡോക്ടർ പറയും, കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണേ. ശാലിനി ആകെ പേടിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം. പിന്നെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ടല്ലോ, പ്രാർത്ഥിക്കാം. ശാലിനിയാണ് സ്വന്തം അമ്മ എന്നറിയാതെ ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോ ഉണ്ടാവുന്ന ആ ഒരു വേദനയിലാ അത് പ്രകടിക്കാനാവാതെ ശാലിനി അവിടെ നിൽക്കുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമ വീണ്ടും ഐസിന്റെ മുന്നിലേക്ക് വരുമ്പോ ഭാമയ്ക്കും എന്തായിടി ആരെങ്കിലും വന്നോ നോക്കുന്നുണ്ട് സത്യമേ. ഭാമയ്ക്കും ആ രോഹിത്തും വിഷ്ണു ഒക്കെ ഇടെ അവര് ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കുക. ഈശ്വര എന്റെ കുട്ടി എന്ന് പറഞ്ഞ ഭാമ നല്ല പേടിയില്ല. നീ ചെന്ന് അവരെ നോക്കിട്ട് വാ, ചെല്ലേ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ശ്യാമയെ പറഞ്ഞയക്കണേ. അങ്ങനെ ശ്യാമ അവിടുന്ന് പോകും. ഭാമ ഐസിന്റെ മുന്നിൽ തന്നെ നിൽക്കുക. പപ്പിയാണെങ്കിൽ ബോധം വരാതെ ഇങ്ങനെ കിടക്കുക. ഡോക്ടർ പറഞ്ഞല്ലോ കുറച്ച് സീരിയസ് ആണെന്ന്. ശാലിനി അത് കേട്ട് ടെൻഷനിലുമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗം നീരജ സുസ്മിതയോട് സംസാരിക്കുന്നതാണ്. സത്യയും ശ്യാമയുടെ മകളായ പപ്പിയും ശാലിനി പ്രസവിച്ച വിഷ്ണുവിന്റെ മക്കളാണ്. ഇത് കേൾക്കുമ്പോ തന്നെ സുസ്മിത അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇത്രയും വലിയൊരു രഹസ്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതായത് ഒറ്റ പ്രസവത്തിൽ പ്രസവിച്ച ഇരട്ടകൾ. സുസ്മിതയ്ക്കും ഇരട്ട കുട്ടികളോ? നീലിമ്പ് പറയും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൊട്ടിക്കുന്ന ഈ ന്യൂക്ലിയർ ബോംബ് കൊണ്ട് ആ കുടുംബം തകരുന്ന ചുമ്മാ പറഞ്ഞതല്ല, എന്റെ കയ്യിൽ തെളിവുണ്ട്, എ സോളിഡ് പ്രൂഫ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും സുസ്മിത ആ ഷോക്കില് നിൽക്കണേ ഞെട്ടിത്തെറിച്ച്. അങ്ങനെ എന്തായാലും സുസ്മിതയുടെ ചെവിയില് ഈ രഹസ്യം എത്തിയിരിക്കണേ. അപ്പോ ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്